കേരളത്തിലെ പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഓണചിത്രങ്ങളുടെ റിലീസ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത് ബോക്സ് ഓഫീസിന്റെ നിലവിലെ പദ്ധതികളെ പാടെ മാറ്റിമറിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മോഹൻലാൽ ചിത്രങ്ങളുടെ കാര്യം. 3 ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റേതായി പുറത്ത് വരാനുള്ളത്. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത കായംകുളം കൊച്ചുണ്ണി, രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഡ്രാമ, ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന ഒടിയൻ എന്നിവയാണ് റിലീസ് കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ. ഓണത്തിന് റിലീസ് ചെയ്യാനായി സെൻസർ കഴിഞ്ഞിരിക്കുന്ന ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി. നിവിൻ പോളി ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്ന കായംകുളം കൊച്ചുണ്ണിയിൽ മോഹൻലാൽ ഇത്തിക്കര പക്കിയുടെ വേഷത്തിലാണ് എത്തുന്നതും. ചിത്രത്തിന്റെ ഇതുവരെ ഇറങ്ങിയ പോസ്റ്ററുകൾ, ട്രെയിലർ, ഗാനങ്ങൾ എല്ലാം പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയവയാണ്. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രം ഒക്ടോബറിൽ എത്തും എന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും ഒടിയൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ റിലീസ് തീയതി അനുസരിച്ച് മാറ്റം വരാനും സാധ്യതയുണ്ട് എന്ന് ചിത്രവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് 2 സിനിമയുടെയും അണിയറക്കാരുമായി ഫിലിം ചേംബേഴ്സ് ഓഗസ്റ്റ് 30 ചർച്ച നടത്തും. ആശ്രവ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന ഒടിയനാണ് മോഹൻലാലിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ചിത്രം. ഒക്ടോബർ 11 തിയേറ്ററുകളിൽ എത്തുമെന്ന് കരുതിയിരുന്ന ചിത്രം ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണിക്ക് വേണ്ടി വഴിമാറിയതായി വിവരം ലഭിക്കുന്നതും. കായംകുളം കൊച്ചുണ്ണിക്കൊപ്പം ഈ ഓണക്കാലത്ത് തിയേറ്ററുകളിലും ഒടിയൻ ട്രെയിലർ പ്രദർശിപ്പിക്കും എന്ന വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചിത്രമാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഡ്രാമ. ലോകത്തിന് ശേഷം രഞ്ജിത്തും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണിത്. പുത്തൻ മണത്തിന് ശേഷം രഞ്ജിത്ത് തന്നെ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഡ്രാമ. ലണ്ടനിൽ ചിത്രീകരിച്ചിട്ടുള്ള ഡ്രാമയിൽ ആശാ ശരത്താണ് നായിക. മോഹൻലാൽ രഞ്ജിത്ത് കൂട്ടുകെട്ടിന്റെ പുതിയ ചിത്രത്തിന് വലിയ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും. ഓഗസ്റ്റ് 15 നടത്താനിരുന്ന ഡ്രാമയുടെ ട്രെയിലർ റിലീസും കേരളത്തിലെ പ്രളയക്കെടുതി കണക്കിലെടുത്ത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെച്ചതായി അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിരുന്നു. ഇങ്ങനെ 3 ചിത്രങ്ങൾ അടുത്തടുത്ത് വരാനുള്ള കാരണം ഒടിയൻ എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ നടത്തിയ വേഷപ്പകർച്ചയാണ് എന്ന് കരുതപ്പെടുന്നു. പല കാലങ്ങളിൽ ഉള്ള ഒടിയന്റെ ലുക്ക് നിലനിർത്താനായി അദ്ദേഹം പല സിനിമകളും മാറ്റിവെച്ചതായി അറിയാൻ കഴിയുന്നു. ഒടിയന്റെ ചിത്രീകരണവും സാധാരണയിലും നീണ്ട ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ 2018 തുടങ്ങി 8 മാസം പിന്നിടുമ്പോൾ മോഹൻലാലിന് ഈ വർഷത്തെ റിലീസ് എന്ന് പറയാൻ നീരാളി എന്ന ചിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാകട്ടെ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളും ഉണ്ടാക്കിയില്ല. എന്നാൽ ഈ വർഷം ഇറങ്ങിയ മകൻ പ്രണവിന്റെ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തിയിരുന്നു. മോഹൻലാലും അദ്ദേഹത്തിന്റെ ജനപ്രീതിയും കേന്ദ്രീകരിച്ച് നടക്കുന്ന ബോക്സ് ഓഫീസ് കളക്ഷനും ഒക്ടോബർ പ്രധാനപ്പെട്ട ഒരു മാസമായി തീരുകയും ചെയ്യും എന്നാണ് കരുതപ്പെടുന്നതും. എന്നാലും സിനിമകൾ റിലീസിന് വരുമ്പോൾ വലിയ കാലതാമസമില്ലാതെ റിലീസ് ചെയ്യാനായിരിക്കും തീരുമാനിക്കുന്നതും. അതിനാൽ തന്നെ ലാലേട്ടൻ തന്നെയായിരിക്കും ലാലേട്ടന് വെല്ലുവിളിയാകുന്നതും.